തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് രാഷ്ട്രീയ എതിരാളികളുണ്ട്, സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ മുന്നണിയുടെ മറുഭാഗത്ത് നിൽക്കുന്നത് UDF ആണ്, മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാമുള്ള മുന്നണി. ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ പ്രതിപക്ഷം ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം, അതിനിശിതമായി വിമർശിക്കണം. എന്നാലോ ഈ നാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം, നാടിന്റെ വികസനത്തിന് വേണ്ടി. അതാണ് ഒരു യഥാർത്ഥ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യം. ഇപ്പോ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രളയങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. ആ പ്രളയകാലത്ത് കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് നിങ്ങൾ 3 ദിവസത്തെ ശമ്പളം ഒന്ന് കടമായി തരണം, 6 മാസം കൊണ്ട് നിങ്ങൾക്കത് തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കരുത് എന്ന് പറഞ്ഞവരാണ് UDF. ആ ഓർഡർ കത്തിച്ച് കളഞ്ഞവരാണ് UDFന്റെ സർക്കാർ ജീവനക്കാരുടെ സംഘടന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട UDFന്റെ സ്നേഹിതന്മാര്, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ സുനാമി ഉണ്ടായിരുന്ന കാലം CPM ഒരു സമരപാതയിലായിരുന്നു. പ്രതിപക്ഷ നേതാവ് സഖാവ് VS ആയിരുന്നു, പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി ആയിരുന്നു. സുനാമി ഉണ്ടായതിന്റെ 3-ാം ദിവസം പ്രഖ്യാപിച്ചു എല്ലാ സമരങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുക. നമ്മളൊരു ദുരന്തത്തിന്റെ മുമ്പിലാണ്. ആ ദുരന്തത്തിന് പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രം ഇനി നമുക്ക് സമരപാന്താവിലേക്ക് ഇറങ്ങാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, CH അശോകൻ, TP ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ ഇപ്പൊ വീണ്ടും കുത്തിപ്പോക്കുന്നവര് ഓർക്കണം, CH അശോകനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കള്ളക്കേസുണ്ടാക്കി CH അശോകനെ നാട് കടത്തി. ഞാൻ പ്രസംഗിക്കുന്ന മലപ്പുറം ജില്ലയിൽ പ്രസംഗിക്കുന്ന സകല ഇടങ്ങളിലും പറയുന്ന വാക്ക് ഇവിടെയും ആവർത്തിക്കുകയാണ്. മലപ്പുറത്തുകാരോട് തീരാത്തൊരു കടപ്പാട്, തീർത്താൽ തീരാത്തൊരു കടപ്പാട് കോഴിക്കോടിനുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട CH അശോകൻ മാരകമായ അസുഖം വന്നപ്പോഴും പോലും അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശാനുമതി നിഷേധിച്ചൊരു ഭരണകൂടം ഈ നാട്ടിലുണ്ടായി. മാരകമായ രോഗം വന്ന് അദ്ദേഹം കിടക്കുമ്പോഴും കാരാട് ഫറൂഖ് കോളേജിനടുത്തുള്ള മലപ്പുറം ജില്ലയുടെ ഭാഗത്താണ് അദ്ദേഹം താമസിച്ചത്. മരിച്ച മൃതശരീരമാണ് ഞങ്ങളുടെ നാട്ടിന് തിരിച്ചു വന്നത്. ആ CH അശോകൻ കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ നേതാവായി നിൽക്കുമ്പോൾ സുനാമിയുടെ സമയത്ത് സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത, എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ 15 ലക്ഷത്തോളം രൂപ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്ന ചിത്രം ഇന്നും എന്റെ കയ്യിലുണ്ട്. അതാണ് ഇടതുപക്ഷം. രാജ്യത്ത് സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ നാടിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുക. ഇപ്പൊ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു BJPയോട്, നമ്മളെ കഴുത്തിഞ്ഞിരിക്കുന്ന സഖാവോട് പറഞ്ഞു, കഴുത്തിഞ്ഞിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് നമുക്ക് പറയാനുള്ളത് പാർലമെന്റിൽ പറയാൻ MP-മാരെ ഒരുമിച്ച് പോകാൻ വന്നോ? ET മുഹമ്മദ് ബഷീർ ഇവിടെ മത്സരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എന്തേ കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടും നിങ്ങൾ വരാതെ പോയത് എന്തുകൊണ്ട്? വിശദീകരണം ഞാൻ പിന്നീട് പറയാം. അവര് പറയണം മറുപടി. പക്ഷെ നിങ്ങൾ നോക്ക്, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുമ്പോ കൂടെയുള്ളത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനോട് നമുക്ക് ഒരുപാട് എതിർപ്പുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ നാടിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്, കേരളത്തിൽ നമുക്കൊരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം നമ്മളെ കടന്നാക്രമിക്കട്ടെ, നമ്മുടെ തെറ്റുകളെ വിമർശിക്കട്ടെ, ചൂണ്ടിക്കാണിക്കട്ടെ, അതൊക്കെ മാന്യമായ പ്രതിപക്ഷ രാഷ്ട്രീയം. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അന്ധമായ എതിർപ്പ്, എന്തിനേയും എതിർക്കുകയാണ്. ഇപ്പോ സ്വാഭാവികമായി രാത്രിയാണ്, ശാബാങ്കൊക്കെ കൊടുത്ത് 8 മണിയോടെ എടുക്കുകയാണ്. ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വന്നിട്ട് പറയാണ്, ഇപ്പൊ രാത്രി 8 മണിയായി. അപ്പ സതീശൻ പറയും, ഇല്ല പകൽ 8 മണിയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? രാത്രി 8 മണി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം. അത്രയും മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. ഞാനത് അക്കാര്യത്തിൽ പൂർണ്ണമായി ലീഗിനെ കുറ്റപ്പെടുത്തുന്നില്ല. ചില വ്യത്യസ്തമായ നിലപാടുകളൊക്കെ എടുക്കാൻ ലീഗ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ അവര് കോൺഗ്രസിന്റെ കീഴിലാണ്. അത് പിന്നീട് വരുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതിപക്ഷമുണ്ട് കേരളത്തിൽ. ഒരു പ്രതിപക്ഷം മാത്രമല്ല നമ്മളെ എതിർക്കുന്നത്, ഒരു ഭരണപക്ഷം നമ്മുടെ എതിർപ്പിലുണ്ട്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. ആ BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. നമ്മുടെ കഴുത്ത് ഞെരിക്കുകയാണ്. ഒരു കേന്ദ്ര ഭരണം,
ഒരു ഭരണകക്ഷി നമ്മുടെ സാമ്പത്തികമായി കഴുത്ത് ഞെരിക്കുന്നു. ഈ കേരളത്തിൽ ഒരു പ്രതിപക്ഷം നിരന്തരമായി നമ്മളെ കടന്നാക്രമിക്കുന്നു. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രണ്ട് കൂട്ടർ മാത്രമാണ് നമ്മളെ എതിർക്കാനുള്ളതെന്ന്? അല്ല, വേറെയും ചില ആളുകളുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കാണ്. നമ്മൾ പ്രാഥമികമായി ഘോഷയാത്രകളൊക്കെ ആയി സ്ഥാനാർത്ഥിയെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശനം തുടങ്ങി. അത്യാവശ്യം പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ വെച്ചു തുടങ്ങി. നമ്മളിങ്ങനെ പതിയെ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. ഇനി ഇത്തിരി കൂടി കഴിഞ്ഞാൽ നമ്മുടെ മറ്റൊരു പ്രവർത്തനമുണ്ട്. അതിന്റെ പേര് സ്ക്വാഡ് പ്രവർത്തനം. നമ്മൾ വീടുകളിലൊക്കെ കയറിയിറങ്ങി ഇന്നലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള, സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ നേരത്തെ തെരഞ്ഞെടുത്തവർ ചെയ്യാതെ പോയ കാര്യങ്ങൾ പറയും. ഇന്ത്യൻ പാർലമെന്റിൽ 64 MP-മാരുണ്ടായിട്ടും ആരെ തോൽപ്പിച്ചാണോ ആ തോൽപ്പിച്ചവർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ കൈപൊക്കിയ ഇടതുപക്ഷത്തിന്റെ ചരിത്രം പറയും. കോൺഗ്രസിനെ പിന്താങ്ങി BJP വരാതിരിക്കാൻ നടത്തിയ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വീടുകളിൽ കയറി പറയും. ഇതാണല്ലോ നമ്മുടെ സ്ക്വാഡ് പ്രവർത്തനം എന്ന് പറഞ്ഞത്. ആ സ്ക്വാഡ് പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് 4 or 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം 12 പ്രാവശ്യം നമ്മൾ സ്ക്വാഡ് പ്രവർത്തനം നടത്തി ഒക്കെ കഴിയുമ്പോൾ പല ഘട്ടങ്ങളിൽ വന്ന് നമ്മളെ നിരീക്ഷിച്ചിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി, മേൽക്കമ്മിറ്റിയിലെ സഖാക്കൾ വരും. എന്നിട്ടൊരു അവലോകനം നടത്തും. എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് സഖാക്കളെ പ്രവർത്തനമൊക്കെ. അപ്പൊ സഖാക്കൾ പറയും കുഴപ്പമില്ല, ഉഷാറാണ്. അപ്പൊ സ്ക്വാഡ് പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഉഷാറാണ്. 4-5 പ്രാവശ്യം ഞങ്ങൾ കയറി. അപ്പൊ ചിലർ പറയും ഞങ്ങള് 8-9 പ്രാവശ്യം കയറി, ചിലർ 10-12 പ്രാവശ്യം കയറി. ഇങ്ങനെ കയറിയതിന്റെ കഥയൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ പറഞ്ഞു വരും. എല്ലാം കഴിഞ്ഞ് മേൽക്കമ്മിറ്റി സഖാവ് പറയുന്ന ഒരു വാക്കുണ്ട്, പോരാ. ഈ പറഞ്ഞു കയറിയതിന്റെ ഒക്കെ ആവേശം പോയി, ചെറിയൊരു ദേഷ്യം മനസ്സിലുണ്ടാവും. എന്നാലും അടക്കി പിടിച്ചുകൊണ്ട് സഖാക്കൾ പറയും, സഖാവെ നമ്മൾ 10 പ്രാവശ്യം 12 പ്രാവശ്യം ഒക്കെ കയറി. എന്നാ നമ്മുടെ എതിരാളികളുണ്ട്, അവർ കയറിയിട്ടേ ഇല്ല. അവരാകെ 2-3 പ്രാവശ്യം ചിലരൊക്കെ അവിടെ ഇവിടെ കയറിയത് വെച്ചാൽ അവർ കയറിയിട്ടേ ഇല്ല. സഖാക്കളെ നിങ്ങൾ അറിയണം, അവർക്ക് വേണ്ടി ഒരു സ്ക്വാഡ് വീട്ടിൽ കയറുന്നുണ്ട്. ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ അറിയോ? അവർ വീട്ടിൽ കയറിയാൽ പിന്നെ ഇറങ്ങൂല. നമ്മളിപ്പോ ഒരു വീട്ടിൽ കയറിയാൽ 10-15 മിനിറ്റോ സംസാരിക്കും, കയറിപ്പോയി 1/2 മണിക്കൂർ. ഞാൻ പറയാൻ പോകുന്ന സ്ക്വാഡ് വീട്ടിൽ കയറിയാൽ അവർ തിരിച്ചിറങ്ങില്ല, അവിടെ തന്നെ ഉണ്ടാവും. അവര് 365 ദിവസവും കയറും. വേണമെങ്കിൽ ഒരു 4-5 ദിവസം ഒഴിവുണ്ട് എന്ന് പറയാ. ആഗസ്റ്റ് 15, ജനുവരി 26, തിരുവോണം, പൂജ ഹോളിഡേസ്, ഇത്ര കുറഞ്ഞ ദിവസമേ അവർക്ക് അവധി ഉണ്ടാവും. ഞാൻ ഇത്ര പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ആ സ്ക്വാഡിന്റെ പേര്. ആ സ്ക്വാഡിന്റെ പേരാണ് മലയാള മനോരമ, മാതൃഭൂമി, മീഡിയ വൺ, ചന്ദ്രിക, കൗമുദി തുടങ്ങിയ പത്രങ്ങൾ. മനോരമ കയറിയ ഒരു വീട്ടിൽ പിന്നെ UDF-കാരൻ കാരണോ? മനോരമ പറഞ്ഞതുപോലെയുള്ള ഒരു കള്ളം UDF-കാരന് പറയാൻ പറ്റൂ? മാതൃഭൂമി കയറിയ ഒരു വീട്ടിൽ BJP-കാരൻ കാരണോ? മാതൃഭൂമി പറഞ്ഞതുപോലെയുള്ള കള്ളക്കഥയും നരേന്ദ്രമോദിയെ മഹാരാജാവാക്കി വിവരിച്ചിട്ടുള്ളതുപോലെ ഈ BJP-കാർക്ക് പറയാൻ കഴിയുമോ? കാരണം അവര് നാട്ടുകാരാണല്ലോ. നാട്ടുകാർക്ക് ഒരാളെ കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ മറുചോദ്യം ഉണ്ടാവും. മറ്റേ സ്ക്വാഡിന് ചോദ്യമല്ലല്ലോ. മനോരമയും മാതൃഭൂമിയും ഒന്നും കയറിയ വീടുകളിൽ BJP-ക്കോ അതുപോലെ തന്നെ UDF-നോ കയറേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സ്ക്വാഡിന് കൊല്ലത്തിൽ 4-5 ദിവസത്തെ അവധിയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാൻ. ഒറ്റ ദിവസത്തെ അവധി പോലും ഇല്ലാത്ത മറ്റൊരു സ്ക്വാഡുണ്ട്. ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ അറിയോ? ഏത് പാതിരാത്രിയിലും അവർ സംസാരിക്കാൻ തയ്യാറാണ്. കേൾക്കാൻ നമ്മൾ ഇരുന്നു കൊടുത്താൽ ഏത് നട്ടപ്പാതിരയിലും അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് അവധിയില്ല. മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് അവരുടെ പേരുകൾ. അവരുടെ പേരാണ് ഏഷ്യാനെറ്റ്, ന്യൂസ് 18, 24, റിപ്പോർട്ടർ, ജനം TV, മീഡിയ വൺ, മനോരമ, മാതൃഭൂമി, നമ്മുടെ വിരലുകൾ കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ നിരന്തരമായി കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ. പച്ചക്കള്ളം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? ഈ അടുത്ത കാലത്തുണ്ടായ 2-3 ആഴ്ച മുമ്പ് ഒരു വാർത്ത നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചോ? ആക്രി കച്ചവടത്തിൽ തട്ടിപ്പ്, ആക്രി വിൽപ്പനയിൽ തട്ടിപ്പ്, 3.5 കോടി രൂപയുടെ തട്ടിപ്പ്, ദമ്പതികൾ പിടിയിൽ. മനോരമയിൽ, മാതൃഭൂമിയിലുണ്ട്, മാധ്യമത്തിലുണ്ട്, എല്ലാ പത്രത്തിലുണ്ട്, ചാനലുകളിലുണ്ട്. ആരാ പിടിയിൽ? ദമ്പതികൾ. ആ ദമ്പതികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദേശാഭിമാനി വായിക്കണം. ഒരുപക്ഷെ ഇവിടെയുള്ള ലീഗിന്റെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല, കോൺഗ്രസിന്റെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല 3.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ദമ്പതികൾ ആരാണെന്ന്. ഇന്ത്യയിൽ കേഡർ സംവിധാനത്തിൽ ആയത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന വർഗീയ സംഘടനയുടെ പേരാണ്, ഫാസിസ്റ്റ് സംഘടനയുടെ പേരാണ് RSS.
RSSന്റെ ഇന്ത്യയിലെ തലവന്റെ പേര് മോഹൻ ഭഗവത് എന്ന അയാളാണ് ഒന്നാമൻ. അത് കഴിഞ്ഞാൽ രണ്ടാമനുണ്ട്. നമ്മളെ പാർട്ടി ഒന്നും മാതിരി പ്രസിഡന്റ് സെക്രട്ടറി എന്നൊന്നും പറയാൻ പറ്റില്ല. സർസംഘ് ചാലക് അങ്ങനെയുള്ള എന്തൊക്കെ പേരുകളാണ്. അത് എനിക്ക് കാണാപ്പാടമില്ല. ഏതായാലും അതിൽ രണ്ടാമത്തെ സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട്. ഇന്ത്യയിലാട്ടോ. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് RSSകാർക്ക് സായുധ പരിശീലനവും എല്ലാം കൊടുത്ത് അതിന് നേതൃത്വം നൽകുന്നതിൽ മൂന്നാം നിരയിൽ നിൽക്കുന്ന ആളുടെ പേര്, നിന്നിരുന്ന ആളുടെ പേര് CK കണ്ണൻ. അയാൾ മലയാളിയാണ്. അയാളും ഭാര്യയും 3.5 കോടി തട്ടിപ്പ് നടത്തിയപ്പോ പോലീസ് പിടികൂടിയപ്പോ മനോരമയിൽ നിങ്ങൾ ആ വാർത്ത കണ്ടോ? കണ്ടു. എന്താ വാർത്ത? ദമ്പതികൾ പിടിയിൽ. മാതൃഭൂമിയിൽ എന്താ വാർത്ത? ദമ്പതികൾ പിടിയിൽ. ഏഷ്യാനെറ്റിൽ എന്താ വാർത്ത? കുറഞ്ഞ നേരമുള്ള വാർത്തയാണ്. ദമ്പതികൾ പിടിയിൽ. മനസ്സിലായ? ഓർക്കുന്നോ സഖാക്കളെ? 6 മാസം മുമ്പ് ഈ കേരളത്തിലെ സകല ചാനൽ തമ്പുരാക്കന്മാരും കൂട്ടിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. ഒരു പെൺകുട്ടിയെ കുറിച്ചാ. അവള് പഠിക്കുമ്പോ SFIക്കാരിയായിരുന്നു. പഠിക്കുമ്പോ പിന്നെ അവൾക്ക് രാഷ്ട്രീയമായി ബന്ധമൊന്നുമില്ല. മുൻ SFIക്കാരി പെൺകുട്ടി പിടിയിൽ. അയച്ചില്ലേ നിങ്ങൾ? ചർച്ച ചെയ്തില്ലേ കേരളം? എത്ര ദിവസമാണ്? എന്താണ്? വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അവൾക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഡിഗ്രി, PG പഠിക്കുന്ന കാലത്ത് അവൾ SFI ആയിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞു. പല വാതിലുകൾ മുട്ടി ജോലിക്ക് വേണ്ടി. ജോലി കിട്ടിയില്ല. എന്താ കാരണം? നല്ല മാർക്കുണ്ട്, പക്ഷേ ഈ ജോലിയിലൊന്നും അവൾക്ക് മുൻ പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. ഗതികെട്ടപ്പോ ഏതോ ഒരു വല്ലാത്ത നിമിഷത്തിൽ അവള് അറിയാതെ ഒരു തെറ്റ് ചെയ്തു. എന്താ അവൾ ചെയ്ത തെറ്റ്? ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ്. പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പട്ടിണി കിടക്കുന്ന കുടുംബമുണ്ട്, തന്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ആശ്വാസമേകണമെങ്കിൽ തനിക്കൊരു ജോലി വേണം. ആ ജോലിക്ക് ഏക തടസ്സം ഈ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എല്ലാ സ്ഥലത്തും ചോദിക്കാം. എന്നാൽ ഡിഗ്രിയും PGയും പാസ്സായവർക്ക് എക്സ്പീരിയൻസ് എവിടെ കിട്ടാൻ? എക്സ്പീരിയൻസിന് പോലും എവിടെയും പോയില്ല. അതിന്റെ പേരിൽ അവൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എത്ര ദിവസം വിചാരണ ചെയ്തു, ചാനൽ മുറിയിലിട്ടിട്ട് അവളെ. എന്താ കാരണം? മുൻ SFIക്കാരി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഇല്ലേ? നിങ്ങൾ നോക്ക്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം കൈക്കൂലി വാങ്ങി നിയമനത്തിന്. എത്ര ദിവസം ഈ കേരളം ചർച്ച ചെയ്തു, സകല ചാനലുകളും ചർച്ച ചെയ്തു. സകല രാഷ്ട്രീയ എതിരാളികളും വീണ ജോർജിനെ കടന്നാക്രമിച്ചു. അല്ലേ? KM ഷാജി പ്രസംഗിച്ചില്ലേ? നിങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുനിന്നാ പ്രസംഗിച്ചത്. കുണ്ടൂർ ഉസ്താദിന്റെ നാട്ടിൽ നിന്ന്. കുണ്ടൂര് അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനമാണ് വീണ ജോർജ്. കുണ്ടൂര് സഖാക്കൾ എന്നെ കൊണ്ടുപോയിരുന്നു. ഞാൻ 3-ാം ദിവസം അവിടെ പോയി മറുപടി പറഞ്ഞടാ. KM ഷാജി പറഞ്ഞ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനമാണ്. ഇല്ലേ? ഇന്ന് ലീഗിന്റെ സ്നേഹിതന്മാരൊക്കെ വലിയ വാശിയിൽ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആ വാക്ക് തെറ്റാണ്, പിൻവലിക്കണം. ഇപ്പൊ ലീഗിന്റെ ആളുകൾ പറഞ്ഞു ഇല്ല, ഷാജി ഒറ്റ തന്തക്ക് പറഞ്ഞവനാണ്, വാക്ക് മാറ്റില്ല. അന്തവും കുന്തവും ഇല്ലാത്ത എന്ന് പ്രസംഗിച്ചപ്പോ ഷാജിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഷാജി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീ ഡിഗ്രി ഉണ്ട്, പിന്നെ ഡിഗ്രി ഉണ്ട് എന്നൊക്കെ. SLC ഉണ്ട്, SLC ഉണ്ട്. കമ്പളക്കാട് സ്കൂളിലാണ് പഠിച്ചത്. 320 മാർക്കുണ്ട്, അല്ല 230 മാർക്കുണ്ട്. 210 കിട്ടിയാ ജയിക്കുന്ന ആള് 230 കിട്ടിയിട്ട് ജയിച്ചില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. SLC ഉണ്ട്. പ്രീ ഡിഗ്രി പഠിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പത്രിക കൊടുത്ത് പറഞ്ഞിട്ടുള്ളത് ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിൽ നിന്നാണ്. ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിന്റെ നാടിന്റെ അപ്പുറമാണ്. ഞാൻ അന്വേഷിച്ചു അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകനോട്. ആ അധ്യാപകൻ ചിലപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ബാക്കി നിങ്ങൾ ചോദിച്ചാൽ മതി, പേരൊന്നും ഞാൻ പറയുന്നില്ല. അയാളോട് ചോദിച്ചു, ഇവിടെ പഠിച്ചിട്ടുണ്ടോ ഷാജി? നമ്മുടെ KT ജലീലും പഠിച്ച എവിടെയാ? KT ജലീൽ അവിടുന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PSM വന്നിട്ട് PGയും ഇതൊക്കെ പാസ്സായത്. 3 കൊല്ലമാണ് അവിടുത്തെ പ്രീ ഡിഗ്രി. എന്നെ ഷാജിയെ പഠിപ്പിച്ച അധ്യാപകൻ എന്നോട് പറഞ്ഞത് ഇവിടെ പഠിച്ചിട്ടുണ്ട്, 6 മാസം കഴിഞ്ഞപ്പോ ഹോസ്റ്റൽ ഫീസ് തരാതെ മുങ്ങിയതാണ്. ഇതാ ഇവിടെയൊക്കെ ഉണ്ടാവും, വീഡിയോയിലുണ്ടാവും. ഷാജി കേട്ടിട്ടുണ്ടോ? അത് വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ് ആക്ഷേപിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അന്ന് വീണ ജോർജിനെ കുറിച്ച് സകല UDFകാരും എന്തെല്ലാം പ്രചരണം നമ്മുടെ നാട്ടിൽ നടത്തി. വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ്, അയാളുടെ പേര് ഞാൻ പറഞ്ഞു, അയാളാണ് കൈക്കൂലി വാങ്ങിയെന്നാണ് നിയമനത്തിന്. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോ മൊബൈൽ ടവർ ഒക്കെ കൃത്യമായി ഇവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മൊബൈൽ ടവർ പരിശോധിച്ചോളൂ. മൊബൈൽ ടവർ പരിശോധിച്ചപ്പോ
ഇവർ ആരോപണം ഉന്നയിച്ച അതേ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ മൊബൈലും ഇവരുടെ മൊബൈലും ഒരേ മൊബൈൽ ടവറിൽ ഒന്നുകൂടി ഉറപ്പിച്ചു. പക്ഷേ ആരോപണ വിധേയനായ ആ സ്റ്റാഫിന്റെ മഹാഭാഗ്യം 100-200 കിലോമീറ്റർ അപ്പുറമുള്ള പത്തനംതിട്ടയിലെ ബന്ധു വീട്ടിലാളന്ന് കല്യാണത്തിലെ ഇവര് പറഞ്ഞ സമയത്തിന്റെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ അവിടെ ഉണ്ട്. താലി കെട്ടാനുണ്ട്, ഓഡിറ്റോറിയത്തിലുണ്ട്, സൽക്കാരത്തിലുണ്ട്, പള്ളിയിൽ അച്ഛന് മാല ഇട്ട് കൊടുക്കുന്ന ആ സമയത്തുണ്ട്, എല്ലാ സമയത്തും അയാളുണ്ട്. വളരെ കൃത്യമായി ആ വീഡിയോ കാണിച്ചതുകൊണ്ട് മഹാഭാഗ്യം അയാൾ രക്ഷപ്പെട്ടു. പിന്നെ എങ്ങനെ ഈ മൊബൈൽ ടവർ ഒരുമിച്ച് വന്നതെന്നല്ലേ? അത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിലുള്ള CCTV എടുത്ത് പരിശോധിച്ചപ്പോ ഈ ആരോപണം ഉന്നയിച്ച ആളും അയാളെ സഹായിച്ച മാധ്യമ പ്രവർത്തനം കൂടി ഈ ഗേറ്റിന്റെ അടുത്ത് വന്നൊരു വീഡിയോ ഒക്കെ കത്തിച്ച് വലിച്ച് ഒരു 10-15 മിനിറ്റ് അവർ അവിടെ നിന്ന് മുങ്ങി. ഇത്ര പ്ലാൻഡ് ആണ് നോക്കുങ്ങൾ. അപ്പൊ മൊബൈൽ ടവർ ഒരേ ടവറിൽ വരുമല്ലോ, മൊബൈൽ അത്രയും കൃത്യമായി പറഞ്ഞു ഇല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാധ്യമങ്ങൾ നിരന്തരമായി നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മനോരമയിലെ ഒരു തലമുതിർന്ന ചാനലിലെ ഒരു വിദ്വാനുണ്ടല്ലോ, ആളുടെ പേര് ഞാൻ പറഞ്ഞു. കൊല്ലത്ത് ജയിക്കുന്നതൊക്കെ നായന്മാരാണ്. നേരത്തെ കൊല്ലത്ത് മത്സരിക്കുന്നത് CPM പോലും നായന്മാരെയാണ് നിർത്തുക. ഇത്തവണ ആദ്യമായി ഒരു ദളിതനെ നിർത്തി. ആര്? മുകേഷ്. നായന്മാരാരൊക്കെയെന്നറിയാം? ഒന്ന് ബാലഗോപാലൻ, പിന്നാരാ? MA ബേബി. നല്ല നായരല്ലേ ബേബി നായർ. ഈ പറയുന്നവനൊന്ന് മനസ്സിലാക്കണ്ടേ? നായന്മാര് ആണ് സ്ഥിരമായി കൊല്ലത്ത് നിൽക്കുക. മനോരമ ചാനലിന്റെ തലവൻ പേര് നാവുന്തുമ്പത്തുനിന്ന് പോയി, അയാളാണ് പറഞ്ഞത് ഇല്ലേ? ഇങ്ങനെ എത്ര നിരന്തരമായി നമ്മളെ കടന്നാക്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, സഖാക്കളെ. മറക്കാൻ പറ്റുമോ നമുക്ക് ഓമനക്കുട്ടൻ? മറക്കാൻ പറ്റുമോ? മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുള് പൊട്ടിയ ഒരു പ്രളയകാലം. അന്ന് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു കുന്നമ്പുറത്ത് താമസിക്കുക. കുന്നമ്പുറത്ത് ഇതുപോലെയുള്ള സ്കൂളിൽ ജാതിയും മതമൊന്നുമില്ല, വേർതിരിവില്ല. അങ്ങനെയാണല്ലോ. മരണം കൺമുമ്പിൽ നിൽക്കുമ്പോ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവരാ നമ്മള്. ഈ നാട് കുന്നമ്പുറത്തെ സ്കൂളിന്റെ മുകളിൽ ജാതി ഭേദങ്ങളൊന്നുമില്ലാതെ, മതവിദ്വേഷങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് ആ പ്രളയത്തിന്റെ ഇരകളിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഓമനക്കുട്ടൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരിക. എന്താ ഓട്ടോറിക്ഷയിൽ? ഈ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നവർക്കുള്ള ഭക്ഷണം, അതിനുള്ള അരിയും മറ്റു സാധനവും വാങ്ങി ഓട്ടോറിക്ഷക്കാരനെ പിരിച്ചുവിടാൻ നേരത്ത് കീശയിലെ ചില്ലറ എണ്ണി നോക്കുമ്പോ 70 രൂപ കുറവുണ്ട്. 70 രൂപ കുറവ്. പ്രായമായ അമ്മച്ചിമാരുണ്ട്, അവര് മടിയിൽ തിരികെ വെച്ച ചെറിയ നോട്ടുകളുണ്ട്, 5-ന്റെയും 10-ന്റെയും ഒക്കെ. ഓമനക്കുട്ടൻ ഇങ്ങനെ നിവൃത്തി കൊടുത്തു. ഒരു സംഖ്യ ഉണ്ടായിരുന്നു. സംഖ്യ എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ. ആളിത് വീഡിയോ പകർത്തി. പിറ്റേ നാള് മുതൽ ഈ നാട്ടിലെ സകല ചാനലുകളിലും, മനോരമയിലും ഏഷ്യാനെറ്റിലും സകല തമ്പുരാക്കന്മാരും, കോട്ടിട്ട തമ്പുരാക്കന്മാരും വിചാരണ ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ, ഓമനക്കുട്ടനെ. എത്ര ദിവസം? ആ ഓമനക്കുട്ടൻ ഒരു മകളുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവൾ MBBS പഠനം പൂർത്തീകരിച്ചോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർത്തീകരിച്ചിട്ട് അല്ലെങ്കിൽ അവസാനം അവർ പൂർത്തീകരിച്ചിട്ട് അവളന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോ ആളുകൾ അവളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞ എന്താ അറിയോ? കള്ളന്റെ മകൾ. കള്ളന്റെ മകൾ. MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോ നാട്ടുകാർ വിരൽ ചൂണ്ടി കള്ളന്റെ മകൾ എന്ന് വിളിച്ചാൽ കണ്ണീര് തുടച്ച് ആരും കാണാതെ അവൾ കടന്നുപോയി ഇല്ലേ? മാപ്പ് ചോദിച്ചോ ഇവരാരെങ്കിലും? മാപ്പ് പറഞ്ഞോ ഇവരാരെങ്കിലും? മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നമുക്ക് അവനെ? നിങ്ങൾ വായിക്കുന്നുണ്ടോ പത്രങ്ങളിൽ? ഏരിയ സെക്രട്ടറി ഒക്കെ ശ്രദ്ധിച്ചോ? ലോക്കൽ സെക്രട്ടറി ഒക്കെ ശ്രദ്ധിച്ചോ? വീട്ടിലേക്കൊക്കെ പോകുമ്പോ ഏരിയ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. പോകുന്ന ഇടവഴിന്ന കഞ്ചാവ് പിടിച്ചു. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിന്റെ വീട്ടിൽ നിന്ന് മൂപ്പരെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. വാർത്തയുണ്ടോ? ലോക്കൽ സെക്രട്ടറി നടന്നു പോകുന്ന വഴിയിൽ. എന്തിന്? നിങ്ങൾ കണ്ടോ? ബാലുശ്ശേരിയിൽ നിന്നുള്ള വാർത്ത മലയാള മനോരമയിൽ. എന്താ വാർത്ത? നവകേരള യാത്രയിൽ പിണറായിയെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോ ബസ് ഇടിച്ച് മരിച്ചു. നവകേരള യാത്ര കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോ, യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ബസ് ഇടിച്ച് മരിച്ചു. ഒരതിശോക്തിയില്ല. കൃത്യമായി നിങ്ങളുടെ കയ്യിൽ കാണിച്ചു തരുന്ന ഈ വാർത്ത. നോക്ക് നിങ്ങൾ ഏത് രൂപത്തിൽ ആക്രമിക്കുന്നു. എന്തിനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ? ഒരു 7 മാസം മുമ്പ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത. നമ്മുടെ രക്തസാക്ഷികളെ പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്തസാക്ഷികളെ നമുക്ക് അന്യമാക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. മറന്നോ നിങ്ങൾ? തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലെ വെമ്പായമൂട്ടിലുണ്ടായിരുന്ന ഇരട്ട കൊലപാതകം ഒരു തിരുവോണ തലേന്ന് ഒറ്റ രാത്രിയിലാണ് 2 പേരെ
കൂട്ടക്കൊല ചെയ്തത് കോൺഗ്രസുകാർ ഇല്ലേ? ഹക്ക് മുഹമ്മദും മിഥിലാജും. അതിലെ മിഥിലാജിനെ എനിക്ക് നേരിട്ടറിയാം. ഈ കൊലപാതകം നടക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് അതേയിടത്ത്, നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, വാർത്തയിൽ CCTV ആ വെട്ടുന്നൊക്കെ കാണിക്കുന്നില്ല, അതേയിടത്ത് ഈ കൊലപാതകം നടക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് DYFIയുടെ ഒരു പരിപാടി ഉണ്ടായി. ഒരു ജൂൺ മാസത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോമുകളും അതുപോലെ തന്നെ പഠനോപകരണവും വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ്, വിജയോത്സവം എന്നായിരുന്നു അതിന്റെ പേര്. ആ പരിപാടിയിലേക്ക് സഖാക്കൾ എന്നെ ക്ഷണിച്ചു. പക്ഷെ പരിപാടിയുടെ 2-3 ദിവസം മുമ്പ് എനിക്ക് കടുത്ത പനിയും ചുമയും. സഖാക്കളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. സഖാക്കൾ പറഞ്ഞു, പറ്റില്ല, സഖാവ് നിർബന്ധമായി വരണം. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ബോർഡുകളും ബാനറുകളും ഒക്കെ അവർ നശിപ്പിച്ചു കളഞ്ഞു. പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്ന് അവർ വെല്ലുവിളിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് സഖാവ് വന്നേ പറ്റൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പനിക്കെതിരെയുള്ള കടുത്ത മരുന്ന് കഴിച്ച് കമ്പിളി പുതച്ചാണ് രാത്രിയുള്ള ട്രെയിനിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. വൈകുന്നേരമാണ് പരിപാടി. സഖാക്കള് തിരുവനന്തപുരത്ത് വന്നു. ഞാൻ അവരുടെ കൂടെ വെമ്പായമൂട്ടിൽ ഒരു സഖാവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാം. ഉച്ചയായപ്പോ 3-4 ചെറുപ്പക്കാർ വന്നു. ആ നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി അവർ വന്നിട്ടുള്ളത്. അവരതൊക്കെ സംസാരിച്ച് പോകാൻ നേരത്ത് കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നവരെ കൂടെ നിർത്തി, എന്നെയും ചേർത്ത് നിർത്തി ഒരു സെൽഫിയൊക്കെ എടുത്തു. ആ ചെറുപ്പക്കാരൻ ഹക്ക് മുഹമ്മദ് ആണ് എന്ന് അന്ന് എനിക്കറിയില്ല. പരിപാടിയൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. ഒരു കോൺഗ്രസ്സുകാരനും ആ വഴിക്ക് വന്നില്ല. ഞാൻ പരിപാടി കഴിഞ്ഞ് തിരിച്ച് കാറിലേക്ക് കയറുമ്പോ എന്നെ യാത്രയയക്കാനും ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അത് അവസാനത്തെ യാത്ര പറച്ചിലാണെന്ന് അന്ന് ഞാൻ ഓർത്തില്ല. വെമ്പായമൂട് കൊലപാതകത്തിലെ കൊലക്കേസിലെ പ്രതികൾ നമ്മൾ വലിയ പ്രതിഷേധം നടത്തി കേരളത്തിലാകെ. ആ ക്യാമ്പയിന് ഒരു പേരുണ്ടായിരുന്നു, എന്തിനു കൊന്നു കോൺഗ്രസ്. ഇതായിരുന്നു. ഈ കേസിലെ പ്രതികൾക്ക് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ജാമ്യം കൊടുത്തില്ല, പരോൾ അനുവദിച്ചില്ല. അത്രയും ക്രൂരമായ കൊലപാതകം. പഠിച്ച പണി 18 അവർ പറ്റി. ഈ അടുത്ത കാലത്ത് ആ കേസിൽ 1-ാം പ്രതിയുടെ ഉമ്മ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അതിങ്ങനെയാണ്: കൊല്ലപ്പെട്ട ഹക്ക് മുഹമ്മദും മിഥിലാജും ഈ കേസിലെ സാക്ഷികളായ 13 കമ്മ്യൂണിസ്റ്റുകാരും അവരെന്റെ മകനെ കൊല്ലാൻ വന്നു. അപ്പൊ അവൻ പ്രതിരോധിച്ചപ്പോ അറിയാതെ കൊല്ലപ്പെട്ടു പോയതാണ് 2 പേർ. എങ്ങനെയുണ്ട്? നല്ല ന്യായമല്ലേ? പോലീസ് അപ്പൊ തന്നെ ആ പരാതി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. അമ്മാതിരി പരാതിയാണ്. ഇവര് നേരെ കോടതി പോയി. അറിയാലോ, അറബിക്കടലിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടും. തീ പിടിച്ചോ എന്നുള്ള അടുത്ത ചോദ്യം. കോടതി ഈ കേസിലെ സാക്ഷികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് സമൻസ് അയച്ചു, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ. ഇതറിയേണ്ട താമസം മലയാള മനോരമ പത്രത്തിന്റെ 1-ാം പേജിൽ വാർത്ത. എന്താ വാർത്ത? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പലം പറഞ്ഞു. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്, സാക്ഷികൾ പ്രതികളാവുന്നു. ഇല്ലേ? ഇത് വായിച്ചാൽ ഒരാൾക്ക് എന്താ തോന്നുന്നത്? മാത്രമല്ല, ഈ ദുഷ്ടന്മാർ ഒന്നുകൂടി ചെയ്തു. ആ വാർത്തന്റെ കൂടെ നമ്മുടെ ക്യാമ്പയിന്റെ കട്ടിങ് ഇല്ലേ പത്രത്തിന്റെ, എന്തിനു കൊന്നു കോൺഗ്രസ് ചോദ്യം ചെയ്ത് മേലെ ഹെഡിങ് എന്താണ്? ഈ പറഞ്ഞതുപോലെ വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്, സാക്ഷികൾ പ്രതികളാവുന്നു. നമ്മുടെ സഖാക്കളെ നമ്മളാണ് കൊന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ മനോരമയിൽ വാർത്ത വന്ന അതേ ദിവസം രാത്രി 8 മണിക്ക് മൗദൂദി ചാനൽ 1 മണിക്കൂർ ചർച്ച. ഇല്ലേ? നിങ്ങൾ നോക്ക് എങ്ങനെയുണ്ട് ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങള് നമ്മുടെ നേരെയുള്ള കടന്നാക്രമണം. എന്തിന് സഖാക്കളെ? സഖാവ് കോടിയേരിയുടെ മരണം ഇന്ന് നമുക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായി കോടിയേരി സഖാവിന്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ? സഖാവ് നമുക്കിടയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2021 ഒക്ടോബർ മാസം 1-ാം തീയതി ഞാനന്ന് കൊടുങ്ങല്ലൂരില്ല. RSSകാർ അറുങ്കൊല ചെയ്ത നമ്മുടെ ഒരു സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ പോയത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത അങ്ങാടിയിലെ ചായപ്പീടിയയിൽ അവിടുത്തെ സഖാക്കളോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സഖാക്കളിൽ ആരോ കോടിയേരിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട സഖാക്കളെ, കോടിയേരി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ഞാനത് വെറുതെ പറഞ്ഞല്ല. 4-5 ദിവസം മുമ്പ് ചെന്നൈയിലുള്ള ബിനീഷ് കോടിയേരിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ഒരു ബലത്തിലാണ് സഖാക്കളോട് ഞാൻ ആശ്വാസ വാക്കുകൾ പറഞ്ഞത്. ഞാൻ അവിടുന്ന് കാറ് കയറി യാത്ര തിരിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് കൊടുങ്ങല്ലൂരിലെ സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, കോടിയേരി യാത്ര പോയി. സഖാക്കളെ, നിങ്ങളെ ഒക്കെ പോലെ അത് വിശ്വസിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട്. ഞാനാണെങ്കിൽ കാറിലാണ്, ദൃശ്യമാധ്യമങ്ങളൊന്നും കാണുന്ന വൃത്തിയില്ല, കയ്യിലുള്ള മൊബൈലിൽ വരുന്ന സന്ദേശങ്ങൾ മാത്രം. അപ്പോഴാണ് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം വന്നു. നിങ്ങളുടെ ഒക്കെ വാട്സപ്പിലേക്ക് വന്നു ആ സന്ദേശം. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി
സഖാവ് പിണറായിയുടേതായിരുന്നു ആ സന്ദേശം. അതിങ്ങനെയാ, ഒരു കൂടപ്പിറപ്പിനെ പോലെ അല്ല, ഒരു കൂടപ്പിറപ്പിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സഖാക്കളെ നമ്മൾ കണ്ടില്ലേ? പിറ്റേ ദിവസം ചെന്നൈയിൽ നിന്ന് സഖാവ് കോടിയേരിയുടെ മൃതശരീരം എത്തിയ ഉച്ചയ്ക്ക് 2 മണി മുതൽ തലശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ രാത്രി 9 മണി വരെ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരത്തിനരികിൽ കണ്ണിമ ചിമ്പാതെ സഖാവ് പിണറായി ഉണ്ടായിരുന്നു. മാസ്ക് കൊണ്ട് പാതി മറച്ച മുഖത്ത് ഒരു കണ്ണീരിന്റെ കടലിരമ്പം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം അന്ത്യദർശനത്തിന് വെച്ചപ്പോഴും അവിടെയും പിണറായി ഉണ്ടായിരുന്നു. ഒരുപാട് സമരപഥങ്ങളിലൂടെ അവർ ഒരുമിച്ച് നടന്നുപോയ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ വിലാപയാത്രയുടെ മുമ്പിലും സഖാവ് പിണറായി ഉണ്ടായിരുന്നു. പയ്യാമ്പലം കടപ്പുറത്തേക്ക് ആ വിലാപയാത്ര കടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം തോളിലേറ്റി അത് ചിതയിൽ വെച്ച് ആ ചിതക്ക് തീക്കൊളുത്തി തൊട്ടടുത്ത പ്രസംഗ വേദിയിലേക്ക് കയറി മൈക്കിന് മുമ്പിൽ വന്ന് ഞാൻ എങ്ങനെ തുടങ്ങും, ഞാൻ എന്തു പറയും, ഞാൻ എവിടെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് 3 വാക്കുകളിൽ കണ്ണീരിൽ സഖാവ് പിണറായിയുടെ വാക്കുകൾ മുറിഞ്ഞു പോയപ്പോ കണ്ണു നിറയാത്ത കമ്മ്യൂണിസ്റ്റുകാർ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളും ആ കാഴ്ച നമുക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ സകല പത്രങ്ങളിലും വാഗ്മയ ചിത്രങ്ങളായി അത് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വന്നു. പക്ഷെ സഖാക്കളെ നിങ്ങൾ കണ്ടോ? അതിന്റെ നേരെ പിറ്റേ ദിവസം ഒക്ടോബർ മാസം 4-ാം തീയതി മാറ്റിവെക്കപ്പെട്ട അനിവാര്യമായ വിദേശയാത്രയ്ക്ക് വേണ്ടി സഖാവ് പിണറായി പുറപ്പെട്ടപ്പോ ഇതേ വാർത്താ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ എതിരാളികൾ എന്താ നമ്മുടെ നാട്ടില് പ്രചരിപ്പിച്ചത്? അവര് പറഞ്ഞു, ഇന്നലെ പയ്യാമ്പലം കടപ്പുറത്തെ സഖാവ് പിണറായി മുതലക്കണ്ണീരൊഴുക്കുകയായിരുന്നു, ഇന്ന് വിദേശത്തേക്ക് ടൂർ പോവുകയാ എന്ന് അവർ പ്രചരിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണീരൊഴുക്കിയത് സഖാവ് പിണറായി വിജയനാണ്. പിറ്റേ ദിവസം വിദേശത്തേക്ക് യാത്ര പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതൊരു സർക്കാരിന്റെ ഭാഗമാണ്, അതിന് നിശ്ചലമാകാൻ കഴിയില്ല. ഒരു യന്ത്രം പോലെ അതിന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. മാത്രമല്ല സഖാവ് പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കരഞ്ഞു നിൽക്കാൻ നേരമില്ല. കരയാൻ തീരുമാനിച്ച പിന്നെ കമ്മ്യൂണിസ്റ്റുകാരന് കരയാനേ നേരം കിട്ടൂ. ഇവർ ഈ ആരോപണം ഉന്നയിച്ച ഒക്ടോബർ 4 ഉണ്ടല്ലോ, ആ 4-ന് ഒരു പ്രത്യേകതയുണ്ട്. ഡിവൈഎഫ്ഐയുടെ സഖാക്കൾക്ക് അത് ഓർമ്മ കാണും. ഇതുപോലെ ഒരു ഒക്ടോബർ 4-നാണ് തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന സഖാവ് PU സനൂപ് കൊല ചെയ്യപ്പെട്ടത്. RSSകാരാണ് അറുംകൊല നടത്തിയത്. സഖാവ് കൊല്ലപ്പെട്ട ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ചവർക്ക് ഓർമ്മയുണ്ടാകും സഖാവിനെ കുറിച്ച്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് സനൂപ് ജനിച്ചത്. ജനിച്ചേറെ കഴിയുന്നതിന് അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടു. അച്ഛമ്മ അവനെ വളർത്തിയത്. ബാലസംഘത്തിലൂടെ, SFIയിലൂടെ, ഡിവൈഎഫ്ഐയിലൂടെ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായി മാറി. ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ നേതാവായി. കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ ഒരു കടമയുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിയുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ചനേരത്ത് രോഗികൾക്ക് വിശക്കുമ്പോ, അവരുടെ കുട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ, വയറെരിയുമ്പോ മിഴി നിറയരുത്. കേരളത്തിലെ സകല മെഡിക്കൽ കോളേജുകളിലും 365 ദിവസവും മുടങ്ങാതെ പൊതിച്ചോറ് കൊടുക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ കടമ എന്തായാലും, സനൂപിൽ അർപ്പിതമായ കടമ എന്തായാലും, പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് എത്തിക്കേണ്ടത് സഖാവിന്റെ നാട്ടിൽ നിന്നാണ്. രാത്രി ഏകദേശം ഈ ഒരു സമയം നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും കയറിയിറങ്ങി അമ്മമാരെ കണ്ട്, ഉമ്മമാരെ കണ്ട് പിറ്റേ ദിവസത്തെ പൊതിച്ചോറിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് RSSന്റെ കശ്മലന്മാർ സഖാബ് സനൂപിനെ വെട്ടി നുറുക്കിയത്. സഖാക്കളെ നിങ്ങൾ അറിയണം, അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായി. പിറ്റേ ദിവസം അവനേൽപ്പിച്ച പൊതിച്ചോറ് ചൂടാറാതെ അവന്റെ പ്രിയപ്പെട്ട സഖാക്കള് തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ വളപ്പിലെ മോർച്ചറിയിൽ തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്ത് കിടക്കുക സഖാബ് സനൂപ്. അവന്റെ സഖാക്കൾ കരഞ്ഞു നിൽക്കുക അല്ല, അവൻ പറഞ്ഞേൽപ്പിച്ചൊരു കാര്യമുണ്ട്.
അത് ചെയ്യാവര് ചൂടാറാതെ ആ പൊതിച്ചോറ് രോഗികൾക്ക് വിതരണം ചെയ്യാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇല്ലേ? അതുകൊണ്ടാണ് ആ ധീര രക്തസാക്ഷികളുടെ ഓർമ്മ ദിനങ്ങളിൽ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് മുട്ടികൾ ആകാശത്തേക്ക് ചുരുട്ടിയെറിഞ്ഞ് ചെങ്കൊടി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് സഖാക്കളെ നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതിങ്ങനെയാ: സഖാവെ, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഒരു വരി കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും. അതിങ്ങനെയാ: നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും വാക്കല്ല. പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ച് മടങ്ങി പോകേണ്ടി വന്ന, അവനവന് വേണ്ടിയല്ലാതെ മരിച്ചു വീണ പ്രിയപ്പെട്ട രക്തസാക്ഷികളോട് നൽകുന്ന വാഗ്ദാനമാണ് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ആ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.